നമസ്കാരം, ഞാൻ രശ്മി സരിൻ. ഇന്ന് ഞാൻ രസമാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു രസമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ടൊരു മിക്സീൻ്റെ ജാറിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ മുഴുവൻ മല്ലി, ഒരു 3/4 ടീസ്പൂണോളം ചെറിയ ജീരകം, ഇനിയൊരു വറ്റൽമുളക്. എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, അതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 ചെറിയുള്ളി, അതുപോലെ 2 നാടൻ തക്കാളി. ഇതൊന്ന് മുറിച്ചിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഇനി അരച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നമുക്ക് രസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രസത്തിന് ആവശ്യമായിട്ടുള്ള പുളി ചേർക്കണം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയൊന്ന് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് അതും പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള 2 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി രസത്തിൻ്റെ ഉപ്പും പുളിയും അതുപോലെ തന്നെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര അധികമായി പോകരുത് കേട്ടോ, മധുരം വരും. അപ്പോൾ അതില്ലാതെ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കുള്ള കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം. സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. രസം തിളച്ചതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടെ തിളപ്പിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. രസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കടുകൊന്ന് പൊട്ടിച്ചിടണം. അതിനായിട്ടൊരു പാത്രം വെക്കുക. സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോൾ ഇതിലേക്കൊരു 2 വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് എണ്ണയിലേക്ക് 1-2 സാധനങ്ങൾ കൂടി ഇടണം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇതും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ രസത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളിയായിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടോ നോക്കണേ. കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ശർക്കര ചേർക്കുമ്പോൾ ഒരുപാടായി പോകരുത്, 1 ടീസ്പൂണിൽ കൂടുതലായി പോകരുത്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ രസത്തിനൊരു മധുരമായിരിക്കും. അപ്പോൾ കുറച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ശർക്കര ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇടുവാണെങ്കിൽ തന്നെ കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കമൻസ് അറിയിക്കണം. താങ്ക് യു.